കാർഷിക സമൃദ്ധിയുടെ നല്ല കാലത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുമായി നാട്ടുപച്ച വീണ്ടും എത്തിയിരിക്കുന്നു. നാട്ടുപച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. മൃഗസംരക്ഷണത്തിലും കൃഷിയിലും പുതുമകളെ സ്നേഹിക്കുന്ന ഒരാളെയാണ് നാട്ടുപച്ച ഇന്നാദ്യം പരിചയപ്പെടുത്തുന്നത്. കർഷകർക്ക് ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ മധു എന്ന ഈ കൃഷി പ്രചാരകനിൽ നിന്ന് പഠിക്കാനുണ്ട്. ജീവിതമാകണം സ്വന്തം സന്ദേശം എന്ന് പറയാറില്ലേ, അതുപോലെ സ്വന്തം വീടും പരിസരവും ഉപയോഗിച്ച് ഒരു സന്ദേശം നൽകുകയാണ് തൊടുപുഴയിലെ ഈ ഡോക്ടർ. മധു ഡോക്ടറുടെ തൊഴുത്ത് കണ്ടാൽ വീടിന്റെ ഒരു ഭാഗമാണെന്നേ തോന്നൂ. പശു വളർത്തൽ ഇഷ്ടപ്പെടുന്നവർ നഗരങ്ങളിൽ ധാരാളമുണ്ട്. പക്ഷേ ശുചിത്വ പ്രശ്നവും അയൽക്കാരുടെ പ്രതിഷേധവും പേടിച്ച് അവരത് വേണ്ടെന്ന് വയ്ക്കും. ഇവിടെ വീടിന്റെ ഒരു മുറി പോലെയാണ് തൊഴുത്ത്. വൃത്തിയും വെടിപ്പും സൂക്ഷിക്കാനാകുന്നത് നേച്ചർ ഫ്രഷ് തൊഴുത്തിന്റെ രൂപകൽപ്പന കൊണ്ടാണ്. പശുക്കൾക്ക് തിന്നാനും വെള്ളം കുടിക്കാനും സൗകര്യപ്രദമായി കിടക്കാനും ഒക്കെ കഴിയുന്ന ഒരു പശു തൊഴുത്താണിത്. അപ്പോൾ ഈ തൊഴുത്തിനോടനുബന്ധിച്ച് ഒരു പ്രത്യേക പ്രദേശം കെട്ടി അടച്ചുണ്ടാക്കിയത് കൊണ്ട് അതിനകത്തേക്ക് പശു ഫ്രീ ആയിട്ട് സ്വതന്ത്രമായി നടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം. കുളമ്പിന് ഉള്ള ഒരു സ്വാഭാവിക തേയ്മാനം ഉണ്ടാകുന്നതിനും പശുവിന് അത്യാവശ്യം എക്സസൈസിനും ഒക്കെ ഇത് സഹായിക്കും. ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായി നിൽക്കുകയും കിടക്കുകയും ചെയ്യുന്ന സ്ഥിതി ഒഴിവാക്കി പശുവിന് കുറച്ച് ഒരു കംഫർട്ട് ഏരിയ എന്നുള്ള രൂപത്തിലേക്ക് ഇത് ചെയ്യുന്നത് ഉചിതമായിരിക്കും. സൗകര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അല്ലാതെ തൊഴുത്തിൽ തന്നെ നിൽക്കുന്ന രീതിയും അവലംബിക്കാം. പകലൊക്കെ പുറത്തഴിച്ച് കെട്ടുന്ന രീതിയിലും വേണമെങ്കിൽ ഇതുപോലെ ഗാർഹിക പശു വളർത്തലിൽ ഏർപ്പെടുന്നവർക്ക് ചെയ്യാൻ കഴിയും. ഈ മാതൃകയിൽ ഒരു പശുവിന് സ്ഥലമൊരുക്കുന്നത് ഇപ്രകാരമാണ്. പശുവിന് നിൽക്കാൻ 6 അടി നീളവും 4 അടി വീതിയുമുള്ള ഇടം. മുന്നിൽ 2.5 അടിയിൽ പുൽത്തൊട്ടി, പിന്നിൽ 1.5 അടി വീതിയിൽ ചാണകച്ചാൽ. ചുറ്റുമതിലില്ല, പകരം GI പൈപ്പ് കൊണ്ട് വേലി. കറക്കാൻ മാത്രം പശുവിനെ കെട്ടിയിട്ടാൽ മതി. അപ്പോൾ പരമാവധി കാറ്റും വെളിച്ചവും കടക്കുക എന്നുള്ളതാണ് ഒരു പശുത്തൊഴുത്തിനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം. അപ്പം ഹ്യൂമിഡിറ്റി കൂടുതൽ വരുന്നതുകൊണ്ടാണ് രോഗാതുരത കൂടാനുള്ള സാഹചര്യം. അപ്പം കാറ്റ് കയറി ഇറങ്ങി പോവുക, സൂര്യപ്രകാശം നേരിട്ട് പതിക്കുക, ഇതുവഴി രോഗങ്ങളെ ഒരു പരിധിവരെ തടയാൻ കഴിയും. അകിടുവീക്കം പോലുള്ള രോഗങ്ങളെ തടയുന്നതിന് ഇത് വളരെ പ്രധാനപ്പെട്ട. ചാണകം ചാലിൽ തന്നെ വീഴുന്നതിനാൽ പശുക്കൾ അഴുക്കുപറ്റാതെ സുന്ദരികളായി നിൽക്കും. തൊഴുത്തിൽ വീഴുന്ന ചാണകം ഇടയ്ക്കിടയ്ക്ക് ചാണകച്ചാലിലേക്ക് തള്ളിക്കളയണം. ഒരു നീളമുള്ള ഒരു സ്ക്രേപ്പർ, PVC കൊണ്ടുള്ള ഒരു സ്ക്രേപ്പറാണ്. PVCയുടെ പൈപ്പും PVCയുടെ തന്നെ ഒരു ഷീറ്റുമാണിത്. ഇത് ബോൾട്ടിട്ട് മുറുക്കി ഉണ്ടാക്കി വയ്ക്കുന്നതാണ്. ഒരു നീളം കൂടിയ ഒരു സ്ക്രേപ്പർ. അപ്പോൾ ഈ സ്ക്രേപ്പർ ഉപയോഗിച്ച് നമുക്ക് ചാണകം വരുന്നതനുസരിച്ച് ഇടയ്ക്ക് പതുക്കെ ഈ രൂപത്തിൽ തള്ളി അങ്ങോട്ട് വിടാം. എന്നിട്ട് രാവിലെയോ വൈകിട്ടോ ഒരു നേരം അത് മൊത്തം സ്ക്രേപ്പ് ചെയ്ത് നേരെ ബയോഗ്യാസിലേക്ക് അതിൻ്റെ വെള്ളവും ചാണകവും കൂടി ചേർന്ന് വിടുന്ന ഒരു രീതി. പുൽത്തൊട്ടിക്കും പശു നിൽക്കുന്നതിനും ഇടയിൽ ഭിത്തിയുണ്ട്. പുൽത്തൊട്ടിക്ക് തൂണുകളുമുണ്ട്. മുകളിലേക്ക് 1.5 അടി ഉയരത്തിൽ 9 ഇഞ്ച് ഇടവിട്ട്. പുറകോട്ട് ഈ ചാണകച്ചാൽ താഴ്ത്തി വയ്ക്കുന്നതുകൊണ്ട് പുറകോട്ട് മാറുകയല്ല, മുമ്പിൽ ഈ പുൽത്തൊട്ടി തൂണുകൾ 2.5 അടി ഉയരത്തിൽ പുൽത്തൊട്ടി തൂണുകൾ നിൽക്കുന്നതുകൊണ്ട് മുമ്പോട്ട് അധികം നീങ്ങുകയല്ല. ഇങ്ങനെ ബന്ധമില്ലാത്തതുകൊണ്ട് ഉപ്പിലിടിച്ച് നീര് വരുന്നില്ല. സാധാരണ തൊഴുത്തിനുള്ള പോലെ ഇങ്ങനെ ഒരു ഹൊറിസോണ്ടലായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാവാറുണ്ട് പുൽത്തൊട്ടിക്ക്. അവിടെ എപ്പോഴും ഇടിച്ചിട്ട് ഇവിടെ ഒരു നീര് വരുന്ന പ്രവണത ഉണ്ടാവാറുണ്ട്. അതുണ്ടാവുന്നില്ല. പശുവിനെ കുളിപ്പിക്കലും തൊഴുത്ത് വൃത്തിയാക്കലും എളുപ്പമാക്കാം. ഇതുകൊണ്ട് വെള്ളത്തിന്റെ ഉപയോഗവും മലിനജലത്തിന്റെ അളവും കുറയ്ക്കാം. ചാണകവും മൂത്രവും മലിനജലവും നേരെ ബയോഗ്യാസ് പ്ലാന്റിലേക്ക് പോകും. 2 പശുവിന്റെ ചാണകം മതി 5-6 വീടുകളിലേക്കുള്ള ബയോഗ്യാസിന്. കൃഷിക്ക് ആവശ്യമായ മുഴുവൻ വളവും ഇതിലൂടെ തയ്യാർ. തൊഴുത്തിൽ നിന്ന് വരുന്ന മലിനജലം ത്തിൻ്റെ അളവ് ക്രമീകരിക്കണം നമ്മൾ. ഒരുപാട് വെള്ളം ആവശ്യത്തിന് മാത്രം വെള്ളം ഉപയോഗിക്കുക, അത് കൃത്യമായിട്ട് ഇത് കലക്കാൻ ആവശ്യത്തിന് മതിയാവും. അപ്പോൾ അങ്ങനെ വരുമ്പം ഒരു സ്യൂവേജ് വരില്ല അധികം. ഇളക്കിക്കൊണ്ടുപോയി എവിടെയും സ്ഥാപിക്കാവുന്ന തരം തൊഴുത്തും ഡോക്ടർ മധു തയ്യാറാക്കിയിട്ടുണ്ട്. നേച്ചർ ഫ്രഷ് തൊഴുത്തിന്റെ ചെറിയ മോഡലാണിത്. മുന്നിൽ പുൽത്തൊട്ടിയും പിന്നിൽ ചാണകത്തൊട്ടിയും ഒരുക്കിയിട്ടുണ്ട്. പശു ആഗ്രഹിക്കുമ്പോഴൊക്കെ വെള്ളം കിട്ടാനുള്ള സംവിധാനവും. അത് മേളിലുള്ള മെയിൻ ടാങ്കിൽ നിന്നും ഒരു ഫ്ലോട്ട് അപ്പാരറ്റസ് വഴി
പശുവിൻ്റെ മുമ്പിലുള്ള ഒരു കോപ്പയിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഫ്ലോട്ട് അപ്പാരറ്റസിലെ വെള്ളവും വെള്ളത്തിൻ്റെ ലെവലും ഈ കോപ്പയിലെ വെള്ളത്തിൻ്റെ ലെവലും തുല്യമാക്കി വെച്ച് കഴിഞ്ഞാൽ പശു വെള്ളം കുടിക്കുന്നതനുസരിച്ച് ഈ ഫ്ലോട്ട് താഴോട്ട് താഴുകയും വെള്ളം നിറഞ്ഞു വരികയും ഈ ലെവൽ പൂർവ്വസ്ഥിതിയിലേക്ക് പ്രാപിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 10% പാലുൽപാദനത്തിൽ വർധനമുണ്ടാക്കാൻ കഴിയും ഈ ഓട്ടോമാറ്റിക് ഡ്രിങ്കർ സംവിധാനം ഉണ്ടെങ്കിൽ. ഇവിടെ ഉപയോഗിക്കുന്ന കറവപാത്രവും തിരഞ്ഞെടുത്തിരിക്കുന്നത് ശ്രദ്ധയോടെയാണ്. വാവട്ടം ചെറുത്, അതുകൊണ്ട് അനാവശ്യമായി പൊടിയും മറ്റും വീഴില്ല. തുറന്നിരിക്കുന്ന ദിശയും ക്രമീകരിച്ചിരിക്കുന്നു. ശുചിയായിട്ട് പാല് കറന്നെടുക്കാൻ സഹായിക്കുന്ന ഒരു പാത്രമാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് മറിഞ്ഞൊന്നും പോവില്ല. പശു കാലെടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടി മറിഞ്ഞു പോകാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഇതുപോലെ സ്റ്റേബിളായിട്ട് അവിടെ ഇരുന്നോളും, ക്ലീനായിട്ട് കറവ നടക്കുകയും ചെയ്യും. പാലിന്റെ ഉൽപാദനത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, ഉപഭോക്താക്കളിൽ എത്തിക്കുമ്പോഴും വൃത്തിയുണ്ടാകണം. ചില്ലുകുപ്പികളിൽ മാത്രമാണ് വിതരണം. കുപ്പികൾ നന്നായി ബ്രഷ് ചെയ്ത് തിളച്ച വെള്ളത്തിൽ കഴുകി കമഴ്ത്തി വീണ്ടും ഒരിക്കൽ കൂടി കഴുകിയാണ് ഉപയോഗിക്കുന്നത്. അടുത്ത വീടുകളിലാണ് പ്രധാനമായും വിതരണം. നേരിട്ട് കറന്നെടുക്കുന്ന പാലിന് ആവശ്യക്കാരെ തേടി അലയേണ്ടി വരില്ല. ഒരു കുപ്പി 650 മില്ലിയാണ് വരുന്നത്. 33 രൂപ വിലക്കാണ്. അത് ഇവിടെ കുടുംബശ്രീയുടെ ഒരു സംരംഭമുണ്ട്, നേച്ചർ ഫ്രഷ് എന്നുള്ള. അവരും കൊടുക്കുന്ന 33 രൂപ. അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ച് തന്നെ ഞങ്ങളും 33 രൂപയ്ക്കാണ് ഈ പാൽ അയൽവക്കത്ത്. നല്ല ഡിമാൻഡാണ്. ആളുകൾക്കൊരു ഭാഗ്യമായിട്ടാണ് പൊതുവെ ഈ പാല് കിട്ടുന്നതിനെ പറ്റി പറയുന്നത്. തീറ്റയ്ക്ക് പുല്ലു നൽകാനായി പറമ്പിൽ തന്നെ വളർത്തുന്നുണ്ട്. പശുക്കൾക്ക് രാത്രിയും വൈകിട്ടും മാത്രം തീറ്റ നൽകിയാൽ മതി. പുല്ലരിയുന്ന യന്ത്രം ഉപയോഗിച്ച് മുറിച്ചു നൽകുന്നത് പശുക്കൾക്ക് നല്ലതാണ്. ശാസ്ത്രീയമായ പഠനങ്ങളും ഉണ്ട്. പശുക്കളെ അഴിച്ച് നടക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്ന രീതിയാണ് ഹൈടെക് ഫാമുകളിലും ഇപ്പോൾ അവലംബിക്കുന്നത്. ഒരു മിൽക്കിംഗ് പാർലർ സിസ്റ്റം എന്നുള്ള ഒരു രീതിയാണ് ലോകത്താകെ പശു ഈ ക്ഷീരോത്പാദന സംരംഭങ്ങളിലൊക്കെ ചെയ്യുന്നത്. അവിടെ പശുക്കൾ വന്ന് കറക്കുന്ന സ്ഥലത്തേക്ക് സമയത്ത് വന്ന് നിൽക്കുകയും അല്ലാത്ത സമയത്ത് സ്വതന്ത്രമായിട്ട് നടക്കുകയും തീറ്റ തിന്നുന്ന സമയത്ത് തീറ്റ തിന്നുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഏറ്റവും ഉൽപാദനക്ഷമത ഉയർത്താൻ സഹായിക്കുന്നതെന്നുള്ളതാണ് പഠനങ്ങളും പറയുന്നത്. തൊടുപുഴ ടൗണിൽ തന്നെയുള്ള 25 സെന്റിലാണ് ഡോക്ടറുടെ പരീക്ഷണങ്ങൾ അത്രയും. വാഴ, പച്ചക്കറികൾ, തേക്ക്, മഹാഗണി എല്ലാം ഇവിടെയുണ്ട്. ചാക്കുകളിൽ വളവും മണ്ണും നിറച്ചാണ് എലികളുടെ ശല്യം ഒഴിവാക്കാനായി കപ്പ നടുന്നത്. ഞങ്ങൾ ഇങ്ങനെ ചാക്കിൽ നടുന്ന ഒരു സംഗതി. അപ്പോൾ ഈ വെളുത്ത കളറുള്ള ചാക്കാകുമ്പോൾ എലി ഇതിനകത്തേക്ക് ആക്രമിക്കുകയില്ല. അത് ഈ ചാക്കിങ്ങനെ ചെരിച്ചാൽ നടുന്നെങ്കിൽ കിഴങ്ങ് പരമാവധി ഇറങ്ങാനുള്ള ഒരു സ്പേസും കിട്ടും. അപ്പോൾ അത്യാവശ്യം ഒരു 4-5 കിലോ കപ്പ പറിക്കാവുന്ന രീതിയിൽ ഇത് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ കാലിത്തീറ്റയുടെ ചാക്ക് സ്ഥിരമായിട്ട് കിട്ടും. അപ്പോൾ അതിനകത്ത് നിറച്ച് ഓരോ സമയത്ത് ഓരോ ഘട്ടത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് പറിക്കാം. കോഴി വളർത്തലിനും പ്രത്യേകതകളുണ്ട്. 10 അടി വ്യാസമുള്ള കൂടുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. 3000 രൂപ ചെലവ് വരും നിർമ്മാണത്തിന്. പട്ടിയും കീരിയുമൊന്നും ഈ കൂട്ടിലെ കോഴികളെ പിടിക്കില്ല. രാത്രിയാകുമ്പോൾ ചേക്കേറാനുള്ള ചില്ല അടിയിലുണ്ട്. അപ്പോൾ ഈ ഭാഗികമായിട്ടുള്ള മേൽക്കൂരയുടെ അടിയിൽ രാത്രിയിൽ അത് ചേക്കേറും. ഇതിന് പ്രത്യേകമായിട്ടൊരു മുട്ടപ്പെട്ടി ഇതിനു വേണ്ടി ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വൈക്കോലൊക്കെ ഇട്ട് ഈ രീതിയിൽ ഒരു കോഴിക്ക് കിടക്കാവുന്ന ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്താണ് കോഴി സൗകര്യപ്രദമായിട്ട് അതിനകത്ത് കയറി മാത്രമേ മുട്ടയിടുകയുള്ളൂ. സാധാരണ കൂട്ടിലെ കോഴികൾക്ക് മുഴുവൻ ഭക്ഷണവും കൂട്ടിൽ തന്നെ നൽകേണ്ടി വരും. ഇവിടെ കോഴികൾ മണ്ണിൽ നിന്ന് ചിക്കിയെടുക്കും. വീട്ടിലെ ഭക്ഷണാവശിഷ്ടങ്ങളും നൽകാം. ഇടയ്ക്കിടയ്ക്ക് കൂട് മാറ്റിവെച്ചാൽ ആ സ്ഥലത്തെ പുല്ലും മറ്റും മാറിയും കിട്ടും. ഏതാണ്ട് സ്വാഭാവിക അന്തരീക്ഷത്തിൽ കോഴികൾ വളരും. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം മണ്ണിൽ പുല്ലും പച്ചപ്പും ഒക്കെ കൊത്തി തിന്നുമ്പോൾ ഇങ്ങനെ മാറ്റി ഇടയ്ക്ക് വയ്ക്കുകയും ചെയ്യാം. അപ്പം മണ്ണിലേക്ക് ഇതിൻ്റെ കാഷ്ടം വന്നൊരു ജൈവ പുനഃചംക്രമണത്തിന് സഹായിക്കുകയും ചെയ്യും. തടി കൊണ്ടുണ്ടാക്കിയ കൂട്ടിൽ ആടും വളരുന്നുണ്ട് ഇവിടെ. ഇടുക്കി ആത്മയുടെ ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടറാണ് മധു. കാർഷിക വ്യാപന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ കൃഷിപാഠങ്ങളെല്ലാം സ്വന്തമായി നടപ്പാക്കി കാണിക്കാനുള്ളതാണെന്ന് ഇദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. നമ്മുടെ വീട്ടിലും അയൽപക്കത്തും സുരക്ഷിതമായ ഭക്ഷണം പരമാവധി കൊടുക്കുന്നതിനും അതൊരു വരുമാനദായക പ്രവർത്തനമാക്കി മാറ്റുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, അതിൻ്റെ ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും ലാഭകരമാണ്. നമുക്ക് വീട്ടിലും അയൽപക്കത്തും നല്ല പാലും മുട്ടയും ഒക്കെ കിട്ടുന്നതിന്, പച്ചക്കറികളും ഒക്കെ കിട്ടുന്നതിനും സഹായിക്കുന്നുണ്ട്. കൃഷിക്കും മൃഗസംരക്ഷണത്തിനും ആഗ്രഹമുണ്ടായിട്ടും
സ്ഥലത്തിന്റെയും സമയത്തിന്റെയും പരിമിതികൾ പറഞ്ഞ് മാറി നിൽക്കുന്നവർക്കാണ് സ്വന്തം പ്രവർത്തനങ്ങൾ കൊണ്ട് ഡോക്ടർ മധു ഈ സന്ദേശം നൽകുന്നത്. ഡോക്ടർ മധുവിനെ ഉപദേശങ്ങൾക്കായി സമീപിക്കാം. വിലാസം ഇതാണ്: ഡോക്ടർ മധു, ഗീതാഭവൻ, അമ്പലം റോഡ്, തൊടുപുഴ, ഇടുക്കി. ഫോൺ നമ്പർ 9447466229. നമ്പർ ഒരിക്കൽ കൂടി 9447466229. ഇപ്പോൾ വേനൽക്കാലമാണ്. പച്ചക്കറികൾക്ക് ആവശ്യത്തിന് നന ലഭിച്ചാൽ വളരാൻ ആവശ്യമായി സൂര്യപ്രകാശം ലഭിക്കുന്ന സമയം. 2 മാസം കഴിഞ്ഞാൽ മഴക്കാലം ഇങ്ങെത്തും. കൃഷിക്ക് വെല്ലുവിളിയാണ് മഴക്കാലം. മഴയെ അതിജീവിച്ചും കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കൊച്ചി മുനമ്പത്തെ ഷൈജയെ മാതൃകയാക്കണം. മഴമറ അഥവാ റെയിൻ ഷെൽട്ടറാണ് ഷൈജയുടെ കൂട്ടാളി. മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നവർക്കുള്ള മഴപ്പേടി ഷൈജ രാജേഷിനില്ല. ആ പേടി ഇല്ലാതാക്കിയത് ഈ മഴമറയാണ്. മഴയിൽ നിന്ന് രക്ഷ നേടാൻ നമ്മൾ കുട പിടിക്കുന്നത് പോലെ ചെടികൾക്ക് പിടിച്ചിരിക്കുന്ന കുടയാണ് മഴമറ. ഈ കുടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ചെടികളുടെ വളർച്ചയ്ക്കു വേണ്ട സൂര്യപ്രകാശം ഈ കുട കടത്തിവിടും. മഴ നശിപ്പിച്ച കൃഷിയെക്കുറിച്ചുള്ള ദുഃഖത്തിൽ നിന്നാണ് ഈ വീട്ടിൽ മഴമറയുടെ വരവ്. അതെന്ന് വെച്ചാൽ ഈ മഴക്കാലമാകുമ്പോൾ എനിക്ക് വെള്ളക്കെട്ടായത് കാരണം ഭയങ്കര പ്രശ്നമാണ്. വെള്ളക്കെട്ടത്തിൽ എൻ്റെ കൃഷിയൊക്കെ നശിച്ചു. കഴിഞ്ഞ വർഷം ഒരു 40 വാഴ ഇങ്ങനെ ഏത്തവാഴ കൊലച്ച് വന്നുകൊണ്ടിരിക്കണമായിരുന്നു. ആ വാഴയൊക്കെ മഴ പെയ്തതോടുകൂടി മറിഞ്ഞു വീണു. അപ്പോൾ പിന്നെ ഭയങ്കര ടെൻഷനാണ് നമുക്ക്. നമ്മ ഈ നട്ടുപിടിപ്പിച്ച് നോക്കിയിരുന്നിട്ട് അതിങ്ങനെ നശിച്ചു പോകണം. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്ന് കരുതി. സൂര്യപ്രകാശത്തിലെ ഹാനികരമായ അൾട്രാ വയലറ്റ് രശ്മികളെ മാത്രം തടഞ്ഞു നിർത്തുന്ന UV ഷീറ്റുകളാണ് മഴമറയിൽ ഉപയോഗിക്കുന്നത്. ഷൈജ ഈ ഷെൽട്ടർ നിർമ്മിച്ചിരിക്കുന്നത് 1000 ചതുരശ്ര അടി സ്ഥലത്താണ്. ഷൈജയും ഭർത്താവ് രാജേഷും ചേർന്ന് ഡിസൈൻ തയ്യാറാക്കി. GI പൈപ്പുകൾ ഉപയോഗിച്ച് സ്ട്രക്ചർ നിർമ്മിച്ചു. കടുത്ത ചൂടിനെ നിയന്ത്രിക്കാൻ ചുവന്ന നിറത്തിൽ നെറ്റിട്ടു. പിന്നെ ചൂടിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്. റെഡ് നെറ്റ് ഇട്ടപ്പോൾ കുറച്ച് ഭാഗമാണ് റെഡ് നെറ്റ് ഇട്ടിരുന്നത്. അപ്പോൾ ചൂട് കുറച്ച് കുറവ് പോലെ തോന്നി. അപ്പോൾ ബാക്കിയുള്ള ഭാഗത്തൊക്കെ റെഡ് നെറ്റ് ഇട്ട്. പിന്നെ ഈ സൈഡിലും നെറ്റിട്ടാന്ന് വെച്ചാൽ കീടങ്ങളും കുറയും. ഇനി നമുക്കിനി മഴക്കാലം വന്നാലും കാറ്റിന് ആ പ്രശ്നങ്ങളും ഉണ്ടാവുമല്ലോ, കീടങ്ങളുടെ ശല്യം. അതിൽ നിന്നൊക്കെ ഒരു ഇതുണ്ടാവും. മട്ടുപ്പാവിലെ കൃഷിത്തോട്ടം വീട്ടിൽ നിന്ന് വേറിട്ട ഒരു ഇടമാണെന്ന് പറഞ്ഞാൽ ഇവർ സമ്മതിക്കില്ല. തോട്ടത്തിന് വീട്ടിലെ ഒരു മുറിക്കുള്ളതുപോലെ അഴകും വൃത്തിയും വേണമെന്ന കാര്യത്തിൽ നിർബന്ധമാണ്. ചെടികൾക്ക് ഇരിപ്പിടമായി സ്റ്റാൻഡുകൾ വച്ചതിനു പിന്നിൽ അങ്ങനെയും ഒരു കാരണമുണ്ട്. അതിനു മുകളിൽ സീലിംഗ് ഷീറ്റ് വിരിച്ചാണ് ബാഗുകൾ വയ്ക്കാൻ സ്ഥലമൊരുക്കിയത്. അതെന്ന് വെച്ചാൽ നമ്മുടെ ടെറസ് മോശമാവില്ല, നല്ല നീറ്റായിട്ട് കിടക്കും. പിന്നെ മഴക്കാലത്ത് പ്രശ്നമില്ലല്ലോ. അപ്പോൾ അതാണ് സ്റ്റാൻഡ് വെക്കാൻ തുടങ്ങിയത്. അപ്പോൾ സ്റ്റാൻഡ് വെച്ചപ്പോൾ തോന്നി കൂടുതൽ ഭംഗിയായി. വേണമെങ്കിൽ സ്റ്റാൻഡ് വെച്ചില്ലായിരുന്നു വെച്ചെങ്കിൽ കുറച്ചും കൂടി ഇത്ര ഭംഗിയായിട്ട് വെക്കാനും പറ്റില്ല. സ്ഥലം കുറച്ച് വേസ്റ്റായിപ്പോയനെ. ഇതെന്ന് വെച്ചാൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം നമുക്ക്. ഞാൻ ഈ ചെടികളുടെ വളർച്ച അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റും. നമുക്കിഷ്ടമുള്ള പോലെ ഭംഗിയാക്കിയൊക്കെ വെക്കാമല്ലോ. UV ഷീറ്റിന് 5 വർഷം ഗ്യാരണ്ടിയുണ്ട്. പായലും അഴുക്കും പിടിച്ചാൽ ഷാംപൂ കലക്കിയ വെള്ളം ചീറ്റിച്ച് കഴുകിയാൽ മതി. മഴമറയ്ക്കും സ്റ്റാൻഡിനുമൊക്കെയായി 1,10,000 രൂപ ചിലവായി. സാധനങ്ങൾ മുഴുവൻ നേരിട്ട് വാങ്ങി പണിക്കാരെ കൊണ്ട് ചെയ്യിച്ചെടുക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ചെലവ് നിയന്ത്രിക്കാൻ കഴിഞ്ഞത്. ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നതിന് മുന്നേ തന്നെ ഇവിടെ കൊണ്ടുവന്ന് മാവൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഊഞ്ഞാലാടാന്നുള്ള ആ ഒരു ഇതിനോടുകൂടിയാണ് മാവ് കൊണ്ടുവന്ന് ഇവിടെ വെച്ചത്. അത് കഴിഞ്ഞ് ഒരു ഇളയ ആൾക്ക് 4 മാസമുള്ളപ്പോൾ ഇവിടെ പുല്ല് പിടിച്ച് കിടക്കണമായിരുന്നേ പറമ്പൊക്കെ. അപ്പം ഞാൻ ഈ പയർ, പീച്ചിലി ഐറ്റംസില്ലേ അതൊക്കെ വെച്ച്. അപ്പം നന്നായിട്ടുണ്ടായി. അടുത്ത വർഷം കുറച്ച് കൊള്ളി വെച്ച്, പിന്നീട് വാഴ വെച്ച്, പിന്നെ അങ്ങോട്ട് കൂടുതൽ ചെയ്യാൻ തുടങ്ങി. 300-ലധികം ഗ്രോ ബാഗുകൾ ഭംഗിയിൽ അടുക്കിയിട്ടുണ്ട് ഇവിടെ. സ്റ്റാൻഡുകൾക്ക് ഉയരത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. ചെടികളുടെ വളർച്ചയനുസരിച്ചാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതും തോട്ടത്തിന്റെ ഭംഗി കൂട്ടുന്നു. നല്ല ഭക്ഷണം കഴിക്കാൻ, ഞാൻ നല്ല ഭക്ഷണം കഴിക്കാന്നുള്ളൊരു ഇതോടുകൂടിയല്ല കൃഷി തുടങ്ങിയത്. കൃഷിയോടുള്ള ഇഷ്ടം കൊണ്ടാണ്
തുടങ്ങിയത്. ഇപ്പോൾ 1-2 വർഷമായിട്ടുള്ള ഈ വിഷം എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കണത്. നമ്മൾക്ക് കൃഷിയോടുള്ള ഇഷ്ടം, പിന്നെ കുടുംബമായിട്ട് കുറേ നേരം നിൽക്കുക, ഒരു സന്തോഷം. എന്താണ് ഒരു പാർക്കിൽ വന്ന് കിട്ടുന്ന സന്തോഷമില്ലേ, അതാണ്. മണ്ണിനൊപ്പം മണലും ചകിരിച്ചോറും അടിവളങ്ങളും ചേർത്താണ് ഗ്രോ ബാഗുകൾ നിറയ്ക്കുന്നത്. ചാണകപ്പൊടിയും ആട്ടിൻ കാഷ്ടവുമൊക്കെ വീട്ടിനടുത്ത് നിന്ന് തന്നെ ശേഖരിക്കും. ചകിരിച്ചോറും ചേർത്ത് തയ്യാറാക്കുന്ന നടിയിൽ മിശ്രിതമാണ് ചെടികളുടെ ആരോഗ്യത്തിന്റെ പ്രധാന അടിസ്ഥാനം. ചാണകപ്പൊടി, ആട്ടിൻകാഷ്ടം, കോഴിക്കാഷ്ടം ഇതൊക്കെ ചെറിയ രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ടാവും. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഗ്രോ ബാഗിലേക്കുള്ള മണ്ണ് റെഡിയാക്കുന്നത്. പിന്നെ തൈ മുളപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. നമ്മൾ തന്നെയാണ് തൈ വിത്ത് വാങ്ങിച്ചിട്ട് ഞാനും മക്കളും തന്നെയാണ് മുളപ്പിക്കുന്നത്. ഷൈജയുടെ നടീൽ രീതിക്കുമുണ്ട് ചില പ്രത്യേകതകൾ. തൈകൾ ആദ്യം നടുമ്പോൾ ബാഗിൽ മണ്ണ് പൂർണ്ണമായും നിറക്കില്ല. 1/3 മണ്ണ് മാത്രം വെച്ചാണ് നടുന്നത്. പിന്നെ ഘട്ടം ഘട്ടമായി മണ്ണളവ് കൂട്ടും. ആദ്യം ഒരു ചെറിയ വലിപ്പം ചെറുതല്ല, അപ്പോൾ അതിന് അനുസരിച്ചിട്ടുള്ള വളം മതിയല്ല മണ്ണും. അപ്പോൾ അതിൻ്റെ വളർച്ചയ്ക്ക് അനുസരിച്ചിട്ട് മണ്ണും വളവും കൂട്ടി കൊടുക്കും. ആദ്യം കുറേ മണ്ണ് കൂട്ടി കൊടുത്താൽ പിന്നെ വലുതാകുമ്പോൾ ഗ്രോ ബാഗിൽ ഇടം ഉണ്ടാവില്ല. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള വളവും ചെടികൾക്ക് കിട്ടില്ല. തുള്ളി നനയ്ക്കുള്ള ട്രിപ്പ് കിറ്റ് വാങ്ങി വച്ചിട്ടുണ്ടെങ്കിലും സ്ഥാപിച്ചിട്ടില്ല. നേരിട്ട് ചെടികൾക്ക് അടുത്തുപോയി നനയ്ക്കുന്നത് തന്നെയാണ് നല്ലതെന്നാണ് ഇവരുടെ വിശ്വാസം. കൃഷി നശിപ്പിക്കുന്ന ചെറുപ്രാണികളെ തടയാൻ കെണികൾ ഉപയോഗിക്കും. ഈച്ചക്കെണിയും മഞ്ഞക്കെണിയും വഴിയാണ് പ്രാണിപിടുത്തം. കീടനാശത്തിനും ജൈവമാർഗങ്ങൾ മാത്രം. കൂടുതലായിട്ട് വേപ്പെണ്ണ ഉപയോഗിച്ചിട്ടിരിക്കണം. വേപ്പെണ്ണ 2 ml 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കും. ആഴ്ചയിൽ ഒരിക്കൽ സ്പ്രേ ചെയ്യും. പിന്നെ വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ കുറേ കീടങ്ങളൊക്കെ, ഈ വെള്ളീച്ചയൊക്കെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ കുറേയൊക്കെ പോകും. ചാണകത്തിൽ വേപ്പിൻ പിണ്ണാക്ക് ചേർത്തുണ്ടാക്കുന്ന സ്ലറിയാണ് മുഖ്യവളം. ഇത് 10 ഇരട്ടി വെള്ളവും ചേർത്ത് ചെടികൾക്ക് നൽകും. വിളവെടുപ്പ് പൂർത്തിയായാൽ ചെടി പിഴുതുമാറ്റും. മണ്ണിളക്കി പുറത്തിട്ട് വീണ്ടും നിറയ്ക്കും. ഗ്രോ ബാഗിൽ നിന്ന് മണ്ണ് പ്ലാസ്റ്റിക് ഷീറ്റിൽ മാറ്റിയിട്ട് അത് വെയിൽ കൊള്ളിക്കും. തുറന്നിട്ട് ഇങ്ങനെ വെയിൽ കൊള്ളിച്ചിട്ട് അതിലേക്ക് കുമ്മായി ഇടും. അത് ഒരു 6-7 ദിവസമൊക്കെ കഴിഞ്ഞിട്ടേ പിന്നെ അത് ഗ്രോ ബാഗിലേക്ക് വീണ്ടും നിറക്കുള്ളൂ. അപ്പോൾ വീണ്ടും നമ്മൾ ഈ ചാണകപ്പൊടിയും ആട്ടിൻകാഷ്ടവും കോഴിക്കാഷ്ടവും ഒക്കെ വീണ്ടും അതിലേക്ക് ചേർക്കും. ഭർത്താവ് രാജേഷ് എല്ലാ പ്രവർത്തനത്തിനും കരുത്ത് നൽകി കൂടെയുണ്ട്. മത്സ്യകൃഷിയിലും വ്യവസായത്തിലും വിജയം വരിച്ച അനുഭവം രാജേഷിനുണ്ട്. 2 മക്കൾക്കും വീട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട ഇടം ഇവിടത്തെ കൃഷിസ്ഥലമാണ്. സ്കൂൾ വിട്ടു വന്നാൽ ചെടികളുടെ കാര്യം നോക്കിയിട്ടേ ബാക്കി കാര്യമുള്ളൂ. കുടുംബത്തിന്റെ സന്തോഷ ചിത്രങ്ങളിൽ ഏറെയും ഈ കൃഷിയിടത്തിൽ നിന്ന് ഉള്ളവയാണ്. കുടുംബ ജൈവ കൃഷിയാണിത്. ജൈവ രീതിയിലുള്ള കുടുംബമായിട്ട് കുറച്ച് നേരം നമുക്ക് സന്തോഷമായിട്ട് നിൽക്കാമല്ലോ. കുറേ നേരം രാവിലെയും വൈകുന്നേരം എല്ലാവരും കൂടിയാണ്. മക്കളും, എൻ്റെ മക്കളുണ്ട്, ലക്ഷ്മി, കൃഷ്ണൻ, പിന്നെ ഹസ്ബൻഡ് രാജേഷും ഞാനും മക്കളും കൂടിയാണ് ഇതൊക്കെ നോക്കുന്നത്. 5 വർഷമായി ഷൈജ ഇത്ര വിപുലമായി കൃഷി ആരംഭിച്ചിട്ട്. ഓരോ വർഷവും കൃഷിയിടം വലുതാക്കി വരുന്നു. അതിനൊപ്പം കൃഷി അറിവുകളും വിപുലമാക്കുന്നുണ്ട്. താൽപര്യത്തോടൊപ്പം കൃഷി വിദ്യാഭ്യാസവും ആവശ്യമാണെന്നാണ് ഷൈജയുടെ പക്ഷം. കീടങ്ങളുടെ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ ചീയൽ രോഗങ്ങൾ, ഈ തക്കാളി, മുളകിനൊക്കെയാണ് ആ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ഈ സ്യൂഡോമോണസ് ഉപയോഗിക്കേണ്ടത്, വേപ്പെണ്ണ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാർഷിക ക്ലാസ്സിൽ നിന്നാണ് കിട്ടുന്നത്. പിന്നെ കർഷകരുമായിട്ടുള്ള ഇടപെടലിൽ നിന്ന് പല ഇതും കിട്ടും. വീടിന് ചുറ്റുമുള്ള പറമ്പിലെ സ്ഥലവും പരമാവധി കൃഷിക്കായി ഉപയോഗിച്ചിട്ടുണ്ട്. വെള്ളക്കെട്ടിന്റെ അപകടം കുറയ്ക്കാൻ ഷീറ്റുകൾ കൊണ്ട് മണ്ണ് ചേർത്തുകൂട്ടിയാണ് കൃഷി. ചെറിയ തോതിൽ കോഴി വളർത്തലുമുണ്ട്. വീട്ടിലെ ഭക്ഷണ മാലിന്യങ്ങളും മറ്റും തീറ്റയായി കൊടുത്താൽ വീട്ടാവശ്യത്തിനുള്ള മുട്ട ആവശ്യത്തിന് കിട്ടും. കോഴിക്കാഷ്ടം ചെടികൾക്ക് വളമായി ഉപയോഗിക്കുകയും ചെയ്യാം. അയ്യോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. എല്ലാവരും ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്താണെന്ന് വെച്ചാൽ നമ്മ മക്കൾക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുത്താൽ പോരാ, നല്ല ഭക്ഷണം കൊടുക്കണ്ടേ. അപ്പോൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി പച്ചക്കറി കഴിക്കണം. പാട്ടും നൃത്തവും കരാട്ടയുമൊക്കെ പഠിച്ച് ജീവിതം വർണ്ണാഭമാക്കിയ വനിതയാണ് ഷൈജ.
വീട്ടമ്മയ്ക്ക് ഭക്ഷണമുണ്ടാക്കാൻ മാത്രമല്ല, ഭക്ഷണമുണ്ടാക്കാൻ ആവശ്യമായ പച്ചക്കറികളും ഉണ്ടാക്കാൻ കഴിയുമെന്ന് തെളിയിക്കുകയാണ് ഇവരിപ്പോൾ. കുടുംബത്തിന്റെ പിന്തുണയുണ്ടെങ്കിൽ ഒരു പൂന്തോട്ടം പോലെ മനോഹരമായ പച്ചക്കറിത്തോട്ടം ആർക്കും സ്വന്തമാക്കാമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ പറയുകയാണ് ഷൈജ. മഴമറയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ഷൈജയെ സമീപിക്കാം. വിലാസം ശ്രദ്ധിക്കുക. ഷൈജ രാജേഷ്, മാടത്തിങ്കൽ ഹൗസ്, മുനമ്പം, എറണാകുളം. ഫോൺ നമ്പർ 9526700594. നമ്പർ ഒരിക്കൽ കൂടി 9526700594. നാട്ടുപച്ചയുടെ ഇന്നത്തെ സമയം ഇവിടെ പൂർത്തിയാകുന്നു. നാട്ടുപച്ചയുടെ മുൻപുള്ള എപ്പിസോഡുകൾ ManoRamaNews.com-ലും യൂട്യൂബിലും ലഭ്യമാണ്. നാട്ടുപച്ചയെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അഭിപ്രായങ്ങൾ അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, നാട്ടുപച്ച, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.